എന്നെ സംബന്ധിച്ചിടത്തോളം ദേശീയതയും ആത്മീയതയും വിരുദ്ധമല്ല. എന്നാൽ അത് ഇന്ന് നമ്മൾ കാണുന്ന തലത്തിലല്ല ഞാനതിനെ നോക്കി കാണുന്നത്. ക്കുന്ന സമയത്ത് അവർ വാളെടുത്തിട്ട് പ്രവർത്തിച്ചിട്ട് തന്നെയുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്നത് ആ സന്യാസി വിപ്ലവത്തിൻ്റെ ഓർമ്മയാണ്. അതിലാണ് ഈ വന്ദേമാതരം എന്നുള്ള പാട്ടൊക്കെ പറഞ്ഞത്. ഈ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് സാക്ഷാൽ ശ്രീരാമസ്വാമി പറഞ്ഞിട്ടുള്ളതാണ് രാമായണത്തിൽ. വ്യത്യാസമുള്ളൊരു എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടായി ആ പ്രസ്ഥാനമുണ്ടായ ഒരു സംസ്ഥാനമോ അവിടുത്തെ ഒരു സോഷ്യൽ സിസ്റ്റത്തിനെയോ ഭാരതം മുഴുവൻ അടിച്ചേൽപ്പിച്ചു കൊണ്ടുള്ളൊരു ദേശീയതയിൽ എനിക്ക് വിശ്വാസമില്ല. മൊത്തത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശങ്കരൻ്റെ അദ്വൈതമാണ്. ശങ്കരൻ ഈ ഭാരതത്തിൻ്റെ വടക്ക് തൊട്ട് തെക്ക് പടിഞ്ഞാട്ടിൽ നിന്ന് കിഴക്കോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് കൂട്ടിക്കെട്ടിയ ഒരു ദേശീയോത്ഗ്രന്ഥനത്തിൻ്റെ മുകളിൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ദേശീയോത്ഗ്രന്ഥനം അദ്ദേഹം അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യേണ്ട ഫോഴ്സസ് എന്നുള്ള നിലയ്ക്ക് LMRK പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ആത്മീയമായിട്ടുള്ള ഉണർവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ദേശീയബോധവുമാണ്. ഇവിടെല്ലാം കുമരനിരുക്കുമിടം എന്ന് പറയും തമിഴിൽ. സഹസ്രാരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആളാണ് യോഗവിദ്യ നോക്കിക്കഴിഞ്ഞാൽ. ചേട്ടാ, ഇനി അടുത്ത ഒരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഔട്ട് ഓഫ് ദ സിലബസ് ആണ്. LMRKയുടെ ഒരു ഐഡിയോളജി ഉണ്ട്, അതായത് ആത്മീയതയും ദേശീയതയും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് നമ്മൾ സല്യൂട്ട് ഭാരതിലേക്ക് വരുന്നതും ഒക്കെ. അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ ആത്മീയത ഒരു ആഘോഷമാണ്, ഒപ്പം ദേശീയത അതിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യം ഉണ്ടാവണം എന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് നമുക്ക് അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? എന്നെ സംബന്ധിച്ചിടത്തോളം ദേശീയതയും ആത്മീയതയും വിരുദ്ധമല്ല. എന്നാൽ അത് ഇന്ന് നമ്മൾ കാണുന്ന തലത്തിലല്ല ഞാനതിനെ നോക്കി കാണുന്നത്. നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? അവനവൻ്റെ സ്വത്വം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കലാണ്. ആ കോറായിട്ടുള്ള ട്രൂത്ത്, ആത്മാവിനെ അന്വേഷിക്കൽ. അതിനെ എന്തിനു ഉപയോഗിച്ചിട്ടാണ്? നമ്മുടെ ശരീരത്തിന് ഉപയോഗിച്ചിട്ടാണ്. ശരീരമില്ലെങ്കിൽ ആത്മാവിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ ശരീരം എന്തിൻ്റെ ഭാഗമാണ്? നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതുൾപ്പെടുന്നത് വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് രാഷ്ട്രം നന്നായിട്ടിരുന്നാൽ മാത്രമേ തന്നെ ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെയുള്ള അടിസ്ഥാനം ഇവിടെ ഉണ്ടാവുള്ളൂ. പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ സംരക്ഷിക്കണമെങ്കിലും അവനവൻ ഇന്നിരുന്നിട്ട് ഇതിനെ തേടുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവണമെങ്കിലും രാഷ്ട്രം സംരക്ഷിക്കപ്പെടണം. രാഷ്ട്രം എന്നുള്ള സങ്കല്പം നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്താ പറയുക, അതിനെ സഹായിക്കാത്ത ആത്മീയത വേസ്റ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൽ സന്യാസ സമ്പ്രദായങ്ങൾ, പ്രത്യേകിച്ച് നാഗസന്യാസിമാരെ പോലുള്ളവരൊക്കെ വാളെടുക്കേണ്ട സമയത്ത് അവർ വാളെടുത്തിട്ട് പ്രവർത്തിച്ചിട്ട് തന്നെയുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്നത് ആ സന്യാസി വിപ്ലവത്തിൻ്റെ ഓർമ്മയാണ്. അതിലാണ് ഈ വന്ദേമാതരം എന്നുള്ള പാട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ സ്വന്തം ഭൂമിയെ പരാശക്തിയായിട്ട് കാണുക, അമ്മയായിട്ട് കാണുക എന്നുള്ളത് എന്താ പറയുക, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന് സാക്ഷാൽ ശ്രീരാമസ്വാമി പറഞ്ഞിട്ടുള്ളതാണ് രാമായണത്തിൽ. അപ്പോൾ അത് ആത്മീയതയുടെ ഏറ്റവും വലിയ കോർണർ ഫൗണ്ടിങ് സ്റ്റോൺസിൽ ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടായി ആ പ്രസ്ഥാനമുണ്ടായ ഒരു സംസ്ഥാനമോ അവിടുത്തെ ഒരു സോഷ്യൽ സിസ്റ്റത്തിനെയോ ഭാരതം മുഴുവൻ അടിച്ചേൽപ്പിച്ചു കൊണ്ടുള്ളൊരു ദേശീയതയിൽ എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മൾ വൈവിധ്യങ്ങളുടെ നാടാണ്. സനാതനധർമ്മം ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകൃതിയുടെ ഉപാസന ആയതുകൊണ്ട്, പ്രകൃതി വൈവിധ്യങ്ങളുടെ കലവറയാണ്. ആ വൈവിധ്യങ്ങളുടെ കലവറയെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ വേണം നമുക്ക് ഏകമാത്രമായിട്ടുള്ള, അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശങ്കരൻ്റെ അദ്വൈതമാണ്. ശങ്കരൻ ഈ ഭാരതത്തിൻ്റെ വടക്ക് തൊട്ട് തെക്ക് പടിഞ്ഞാട്ടിൽ നിന്ന് കിഴക്കോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് കൂട്ടിക്കെട്ടിയ ഒരു ദേശീയോത്ഗ്രന്ഥനത്തിൻ്റെ മുകളിൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ദേശീയോത്ഗ്രന്ഥനം അദ്ദേഹം അന്ന് കൂട്ടിക്കെട്ടിയാൽ എന്ന് നിൽക്കണം. ഭാഷ വേറെ, പ്രകൃതി വേറെ, ഭക്ഷണം വേറെ, സ്വഭാവം വേറെ, ജീവിത രീതി വേറെ. എന്നിട്ടും എന്താണ് ഈ കെട്ടി നിർത്തിയിരിക്കണത്? എന്ത് ചരടിലാണ് നിൽക്കണത്? ഈ ധർമ്മത്തിൻ്റെ ചരടിലാണ്. ആ ചരടിനെ മുറിക്കാനാണ് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, പക്ഷെ പുറത്തുള്ളവർക്ക് അത് അറിയാവുന്നതുകൊണ്ട് അവർ ആ ചരട് മുറിക്കാനാണ് ഇപ്പോൾ ഈ പണി മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യേണ്ട ഫോഴ്സസ് എന്നുള്ള നിലയ്ക്ക് LMRK പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ആത്മീയമായിട്ടുള്ള ഉണർവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ദേശീയബോധവും വേണം. അത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഭക്തി. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ അടുത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്, അത് ഇപ്പോൾ ഇത്തിരി ചർച്ചയായിരുന്നു അടുത്ത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ബഹളങ്ങളുടെ ഇടയിൽ, മറ്റു അൺവാണ്ടഡ് കോൺട്രവേഴ്സീസിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇത് അത്ര ശ്രദ്ധിച്ചു കാണില്ല ആൾക്കാർ. നമ്മുടെ ഇടയിലുള്ളൊരു കൊള്ളരുതായ്മ ഞാൻ പറയണം. ആത്മീയതയുടെ പേരിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രധർമ്മം മറക്കണം എന്നുള്ളതിൻ്റെ, ആത്മീയതയുടെ പേരിൽ
ഈ ഇലക്ഷൻ്റെ ദിവസം ഉം. ഗുരുവായൂരത്തെ തിരക്കെന്തായിരുന്നു എന്നറിയോ? ഓ. വൻ തിരക്കായിരുന്നു ഗുരുവായൂർ. അത് ഒരാൾ പറഞ്ഞ എൻ്റെ അടുത്ത്, ഒരാളുടെ വിരലിൽ പോലും വോട്ട് ചെയ്ത മാർക്കില്ല. വോട്ടെടുപ്പിൻ്റെ ദിവസമാണ്, എന്നാൽ ഇന്ന് തിരക്കുണ്ടാവില്ല, അവരുടെ ഗുരുവായൂർ വന്ന് തൊഴണം. ഈ വ്യക്തികളും വരുന്ന സർക്കാരുകളുടെ, ഈ രാഷ്ട്രത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ തിന്നുന്നവരാ. പൗരൻ്റെ ആദ്യത്തെ കടമയാണ് വോട്ട് ചെയ്യാന്നുള്ളത്. അവൻ ആരോഗ്യം ഉണ്ടെങ്കിൽ അവൻ വോട്ട് ചെയ്തിരിക്കണം. വാസ്തവത്തിൽ മറ്റ് ചില രാജ്യങ്ങളിലുള്ള പോലെ ഒരു 3 കൊല്ലോ 4 കൊല്ലോ സ്ഥലത്തുണ്ടായിട്ടും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടായിട്ടും വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റിസൺഷിപ്പ് റൈറ്റുകൾ വരെ എടുത്ത് കളയേണ്ട ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് ശരിക്കും ഇവിടെ. ശരിയാണ്. ഇത് ഞാനിപ്പോൾ അടുത്ത ചില പ്രഭാഷണങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞു. എതിരഭിപ്രായമുള്ളവരുണ്ടാവും, അത് നോക്കേണ്ട ആവശ്യമില്ല. വോട്ട് ചെയ്യണം. രാഷ്ട്രത്തിനെ മറന്നുകൊണ്ടുള്ള ഒരു ആരാധന ഗുരുവായൂരപ്പൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ജീവിച്ചതേ രാഷ്ട്രസങ്കല്പങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഹി വാസ് നെവർ എ കിങ്, ഹി വാസ് എ കിങ് മേക്കർ. അല്ലേ? മനോഹരമായിട്ടുള്ള രാഷ്ട്രസങ്കല്പങ്ങൾ ഉണ്ടാക്കിയാളാണ്. ഞാൻ എൻ്റെ ഒരു കൃഷ്ണൻ എന്തിനു അവതരിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പ്രഭാഷണമുണ്ട്, പണ്ട് തിരുവനന്തപുരത്ത് നടന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹം രക്തച്ചൊരിച്ചിലേ ഇല്ലാണ്ട് ഒരു രാജ്യം, ഒരു സമ്പ്രദായത്തിനെ, ഒരു രാഷ്ട്ര സമ്പ്രദായത്തിനെ വിഭാവനം ചെയ്തിട്ട് അത് ഭംഗിയായിട്ട് രാജസൂയകാലത്ത് നടത്തിയെടുത്തതാ. യുധിഷ്ഠിരൻ്റെ ഒരൊറ്റ കയ്യിലിരിപ്പോണ്ട് നിശ്ചിതത് അത്. അതുകൊണ്ട് യുദ്ധാനിവാരിയായിട്ട് വീണ്ടും 18 ദിവസം ഒരു മഹായുദ്ധം നടത്തേണ്ട അവസ്ഥ ഉണ്ടായി. ഒരു ബ്ലഡ്ലെസ് റെവല്യൂഷനിൽ കൂടെ ഒരു പുതിയ ലോകക്രമം ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹം. ഞാൻ ചില എക്സാമ്പിൾസിൽ പറയാറുണ്ട്, ധർമ്മത്തിൻ്റെ ഒരു ഗാർഡൻ, ആ ഗാർഡൻ കാടും പടലവും പിടിച്ചു. ശ്രീരാമൻ വന്നിട്ട് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ വെട്ടിത്തെളിച്ചു, അദ്ദേഹത്തെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു, ചില വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആയിട്ടൊരു മനോഹരമായിട്ടുള്ള ഭരണക്രമത്തിൽ ആ ഗാർഡനെ അദ്ദേഹം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അദ്ദേഹം കടന്നുപോയി. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഒരു ഗാർഡൻ ഉണ്ടെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ കാടും പടലവും പിടിച്ച് വീണ്ടും നശിച്ചുപോയി. അപ്പോഴാണ് കൃഷ്ണൻ്റെ ജനനം. കൃഷ്ണൻ ഒരു JCB കൊണ്ടുവന്നിട്ട് ആ കൊത്തി ഇളക്കി കളഞ്ഞിട്ട് പുതിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് പോയി. ബുദ്ധൻ്റെ അവതാരകാലം വരെ ഏകദേശം നിന്നു. ബുദ്ധൻ്റെ കാലത്തോടുവിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെട്ട അഹിംസയെ കൊണ്ടുവന്നു. മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെട്ട അഹിംസ എന്ന് കൊണ്ടുവന്നോ അന്ന് വരാൻ തുടങ്ങി അലക്സാണ്ടർ തുടങ്ങിയുള്ള സകല ആൾക്കാരും. അന്ന് തൊട്ടാണ് ഈ രാജ്യം മറ്റുള്ളവരുടെ കയ്യിൻ്റെ അകത്തേക്ക് പോയത്. ഇറ്റ് വെന്റ് ടു ഡോഗ്സ് എന്ന് പറയാം, ലിറ്റററി. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തുന്നത് ആ കാലഘട്ടത്തിന് ശേഷമാണ്. അതിന് പിന്നീട് ചില മാറ്റങ്ങൾ ഇപ്പോൾ ഗുപ്തന്മാരുടെ കാലത്തൊക്കെ ഉണ്ടാവാനൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അതൊന്നും ഒരു പൂർണ്ണതയിലെത്തിയില്ല. അതിൻ്റെ കാലത്തോ ഏരിയ താഴുക എന്നല്ലാണ്ട് ഇപ്പോൾ വിജയനഗരമാണെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ പാരമ്പര്യമായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രനിർമ്മിതിയിലും രാഷ്ട്രത്തിൻ്റെ വിഭാവനം ചെയ്യുന്നതിലും ആത്മീയത നമ്മുടെ ഫൗണ്ടിങ് ഫോഴ്സ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് മഹാഭാരതം പ്രമാണമായിട്ട് എടുത്താൽ ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം, പിതാമഹ എന്നാണ് ചോദിക്കണത് ശരശയ്യെ കിടക്കണം ഭീഷ്മരുടെ അടുത്ത്. ഭീഷ്മർ 120 അധ്യായങ്ങളിലായിട്ടാണ് അനുശാസന പർവ്വം പറഞ്ഞത്. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പർവ്വം ഏതാ ചോദിച്ചാൽ ഭീഷ്മരുടെ ഉപദേശ. ഈ കടന്നുകൊണ്ട് പറഞ്ഞു 120 ചാപ്റ്ററാ ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ് ഇതൊക്കെ ചെയ്യാൻ എന്തടിസ്ഥാനമായിട്ട്, ആരെ ആരാധിച്ചിട്ട്, എങ്ങനെ വേണമെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുക്കണം. അതാണ് അതിൻ്റെ ക്രൗണിങ് ജോലി. അപ്പോൾ ശരിക്കും ഒരു പോളിറ്റിയുടെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്രൗണായിട്ടാണ് വിഷ്ണു സഹസ്രനാമത്തിന് വെച്ച് കൊടുത്തിരിക്കുന്നത് വ്യാസൻ. അവിടെ തന്നെ വന്നില്ലേ രാഷ്ട്രബോധം. പിന്നെ സൗത്ത് ഇന്ത്യയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മുരുകനെ നമ്മളിപ്പോൾ ഒരു സൗത്ത് മുഴുവൻ ഭരിച്ചിരുന്ന ഒരു രാജാവായിട്ട് നമ്മൾ കണ്ടാൽ, അതിപ്പോൾ തമിഴ് ഹിസ്റ്റോറിക്കലി പ്രൂവൺ അല്ലെങ്കിലും പല അദ്ദേഹം ഭരിച്ചിരുന്ന വലിയൊരു സ്ഥലം കുമരികാന്ഡം എന്നൊക്കെ നമ്മളിന്ന് പറഞ്ഞ ലെമൂറിയുടെ തിയറികളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് അനവധി വിഷയങ്ങളുണ്ട്. യഥാർത്ഥ മധുര ഇതായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു വിശാല രാജ്യത്ത് അധർമ്മത്തിന് എതിരെ പോരാടിക്കൊണ്ടിരുന്ന ഒരു മഹാനായിട്ടുള്ളൊരു രാജാവ്. മുരുകനെക്കുറിച്ചുള്ള ഒരു പ്രോട്ടോ ദ്രവീഡിയൻ കൺസെപ്റ്റ് ശരിക്കും അതാണ്. അദ്ദേഹം എന്തിനും വാളുകൊണ്ട് മറുപടി കൊടുക്കാൻ പറ്റുന്ന ചിന്തിച്ച ഒരാളായിരുന്നു അത്ര. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നത്, ശിവന്റെ പുത്രന്നോ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ പറയണത്. അങ്ങനെ കാണുന്നതിനൊരു സുഖമുണ്ടല്ലോ. ഒരു മഹാത്മാവ്, യോഗിയായിട്ടുള്ള ഒരാൾ, എന്നാൽ വീരനായിട്ടുള്ള ഒരാൾ, അനവധി യുദ്ധങ്ങൾ, അതായത് എവിടെ അധർമ്മം കണ്ടാലും തലകൊയ്യും, അത്രേ ഉള്ളൂ. ചോദ്യം പറച്ചിലൊന്നുമില്ല. പക്ഷെ കുറേ പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി അത്രേ, തിന്മയ്ക്കൊരിക്കലും അവസാനമില്ല, തിന്മ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അകത്ത് മാറ്റം വരാത്തിടത്തോളം കാലം പുറത്തെന്താ മാറ്റം വന്നിട്ട് കാര്യം? എത്ര തന്നെ പേരെ കൊല്ലും ഒരാൾ, എത്ര തന്നെ ദുഷ്ടന്മാരെ അമർച്ച ചെയ്യും, യുദ്ധങ്ങൾക്ക് അവസാനം ഉണ്ടാവില്ല എന്ന് മനസ്സിലായോ അന്ന് അദ്ദേഹം കർണാടകത്തിലെ കുമാരപർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നിന്ന് തപസ് തുടങ്ങി, നിന്ന് സമാധിയായി പോയി.
അതാണ് ഈ മുരുകൻ കുന്നുകളുടെ മുകളിലൊക്കെ വരാൻ കാരണം. കുന്നിരുക്കുമിടമെല്ലാം കുമരനിരുക്കുമിടം എന്ന് പറയും തമിഴിൽ. സഹസ്രാരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആളാണ് യോഗവിദ്യ നോക്കിക്കഴിഞ്ഞാൽ. ഇന്നും അതുകൊണ്ട് കുമാരപർവ്വതത്തിൽ കയറി ഇരുന്നിട്ട് നമ്മൾ ചമ്രപ്പടിയിൽ നിന്ന് ധ്യാനിച്ചാലും നമുക്ക് ലയം കിട്ടിയിട്ട് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുന്ന പറയാം. നമ്മൾ എണീച്ച് നിന്നുണ്ടാവും അറിയാണ്ട്. ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ശക്തി അത്രമാത്രമാണ്. അപ്പോൾ അവരൊക്കെയും എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടുന്നാണ് ഈ സ്രോതസ് കണ്ടെത്തിയിരുന്നത്? ആത്മീയതയെന്ന് ഈ സ്രോതസ് കണ്ടെത്തിയിരുന്നത്. ബിംബിസാരനാണെങ്കിലും അശോകനാണെങ്കിലും ഏത് രാജാവാണെന്നുണ്ടെങ്കിലും, ഇനി പൗരാണികമായിട്ട് പാണ്ഡവന്മാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലുള്ളവരാണെങ്കിലും ഇവിടെ മാർത്താണ്ഡവർമ്മയാണെങ്കിലും സാമൂതിരി ആണെങ്കിലും എല്ലാവരും സ്പിരിച്വൽ ടച്ചില്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക ഈശ്വരീയമായിട്ടൊരു ഫൗണ്ടേഷനിൽ നിന്നിട്ടാണ് രാഷ്ട്രനിർമ്മാണം നടത്തിയിട്ടുള്ളത്. രാജേന്ദ്രപ്രസാദ് എന്തുകൊണ്ടാണ് സോമനാഥ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത്? പ്രസിഡൻ്റായ ഉടനെ ചെയ്ത കാര്യങ്ങളിലൊന്നതല്ലേ. സോമനാഥ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയാണല്ലോ ചെയ്തത്. ഓരോരുത്തർക്കും അതേപോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിനെതിരെ ബുദ്ധിജീവിത്തരം പറഞ്ഞവരുണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിനെ കൂട്ടിക്കെട്ടുന്നത് അതിൻ്റെ ആത്മീയത തന്നെയാണ്. വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയിട്ട് പറഞ്ഞതുമാതിരി നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഈ ആത്മീയതയാണ്. ഞാൻ അവിടുന്നാണ് വരണതെന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങണത്. ലോകം എല്ലാവരും എവിടേക്കാണോ പോണത് ഇത് അന്വേഷിച്ചിട്ട് അവിടുന്നാണ് ഞാൻ വരണതെന്നാണല്ലോ പറഞ്ഞത്. ആ ആത്മീയത തന്നെയാണ്. ആ ദേശീയോത്ഗ്രന്ഥനത്തിൻ്റെ ആദ്യത്തെ മെസ്സേജ് ഈ ആത്മീയതയുടെ കാഴ്ചപ്പാട് കൂടെ കൊടുത്തതും വിവേകാനന്ദ സ്വാമിയാണ്. വിവേകാനന്ദൻ്റെ ആ പ്രസംഗവും വിവേകാനന്ദൻ്റെ പരിവ്രാജനകാലവും ശരിക്ക് രണ്ടാമത്തെ ദിഗ്വിജയമാണ് ശങ്കരൻ്റെ ശേഷം. വലിയ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ വിത്ത് എന്നാ പറയുക വിവേകാനന്ദനെ. സീഡ് ഓഫ് ഇന്ത്യൻ റവല്യൂഷനാണ്. അവിടുന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് വരണത്. ഈ ദേശീയ പ്രസ്ഥാനം ഉണ്ടായി വരണതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് വിവേകാനന്ദൻ്റെ രീതികൾ, പ്രത്യേകിച്ച് ബോസിനെ പോലുള്ളവർക്ക്. ബോസൊക്കെ ശരിക്കും വിവേകാനന്ദൻ്റെ ഫോളോവർ ആയിരുന്നു. എല്ലാ ബോസിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്, സുഭാഷ് ചന്ദ്രബോസിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് വിവേകാനന്ദ സ്വാമിയാണ്. ആ ശ്രീരാമകൃഷ്ണ പാരമ്പര്യം. അപ്പം ഈവൺ ഇപ്പം നമ്മൾ മോഡേൺ കാലഘട്ടത്തിൽ നമുക്ക് നോക്കും, ഞാനിപ്പോൾ ചില പ്രഭാഷണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവന് കാളിമന്ത്രം അദ്ദേഹം അധികം പേർക്ക് ഉപദേശിച്ചിട്ടില്ല. ഇന്നത്തെ പല ഗുരുക്കന്മാരും ചെയ്യണമാതിരി ഞാൻ ജപിച്ച് നീയും ജപിച്ചാൽ മതി ഇവർ കൊടുക്കുകയല്ലേ ചെയ്യണത്. ശിഷ്യനായി വരണവൻ്റെ അഭിരുചിക്കനുസരിച്ചിട്ടാണ് കൊടുക്കണം. എൻ്റെ ചെരുപ്പ് നീ ഇട്ടോ, നിൻ്റെ കാലം അതിനനുസരിച്ച് മുറിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. 18 പേരും 18 തരത്തിൽ. രാമകൃഷ്ണാനന്ദ സ്വാമി ആണെങ്കിൽ, ബ്രഹ്മാനന്ദ സ്വാമി ആണെങ്കിൽ, ശാരദാനന്ദ സ്വാമി ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. വിവേകാനന്ദനാണെങ്കിൽ അങ്ങനെ, നിർമ്മലാനന്ദ സ്വാമിയാണെങ്കിൽ അങ്ങനെ, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഒരൊറ്റ ആൾക്ക് മാത്രമാണ് തൻ്റെ സ്വന്തം കാളീക്രമം മന്ത്രം ഉപദേശിച്ചു കൊടുത്തത്. വിവേകാനന്ദന് പോലുമല്ല, അഖണ്ഡാനന്ദ സ്വാമിക്കാണ്. അഖണ്ഡാനന്ദ സ്വാമിക്ക് മാത്രമാണ്. നമുക്കെല്ലാവർക്കും ശ്രീരാമകൃഷ്ണദേവനെ എങ്ങനെ അറിയാം? കാളിയുടെ ആളാണ്. ഇതെങ്ങനെയാണ് ദേശീയ നമ്മുടെ ഇന്നത്തെ സ്ട്രക്ചറിലേക്ക് വരണമെന്ന് പറയാനാണ് ഞാനിത് പറയണത്. ഈ അഖണ്ഡാനന്ദ സ്വാമി ഒരാൾക്ക് ഉപദേശിച്ചിട്ടുണ്ട്, ഗോൾവാർക്കറിന്. ആ സമ്പ്രദായത്തിൽ വരുന്ന കാളിമന്ത്രത്തിൻ്റെ മൊത്തം വരവ് ശ്രീരാമകൃഷ്ണ സ്രോതസ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഗോൾവാർക്കറുടെ ഗുരു അഖണ്ഡാനന്ദൻ്റെ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണദേവനുമാണ്. പരമഗുരുവാണ്. സ്വഗുരു പരമഗുരുവാണ് ശ്രീരാമകൃഷ്ണദേവൻ. അദ്ദേഹത്തിൻ്റെ ഗുരുപരമ്പരകൾ എന്ന് പറഞ്ഞാൽ ഭൈരവ ബ്രാഹ്മണി, ജാതവേദ തോട്ടാപ്പുരി തുടങ്ങിയിട്ടുള്ള അവരുടെ എന്താ പറയുക, ഒരേ സമയം അവർ സുഹൃത്തുക്കളുമായിരുന്നു, ഗുരുക്കന്മാരുമായിട്ട് അന്യോന്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപദേശിച്ചിട്ടുള്ള ആൾക്കാർ. ആലോചിച്ച് നോക്കും, ഇതിൻ്റെയൊക്കെ സ്രോതസ്സിൽ കിടക്കുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പം നമ്മൾ ഇന്ന് ഡീവിയൻ്റായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പലരും ഒരുപാട് ക്രിറ്റിസിസങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഗാന്ധിക്ക് പോലും ഉണ്ടായിരുന്നത്. ഗാന്ധിക്ക് കൃത്യമായിട്ടുള്ള ഉപാസന ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള ഉപാസന ഉണ്ടായിരുന്നു. ആ ഉപാസന അധികം സ്റ്റഡീഡ് അല്ല അല്ലേ. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനത്തിലുള്ള പലപ്പോൾ കിളപ്പജിയൊക്കെ പോലുള്ളവർ ഉപാസന ഉണ്ടായിരുന്ന ആൾക്കാരാണ്. രാജാജി അസൽ ഉപാസന ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യ ഭാരതി ഒന്നാം തരം ഉപാസന ഉണ്ടായിരുന്ന ആളാണ്. ആ ഫയറിനെ കണ്ടിട്ടില്ലേ? ഒക്കെ ദേവിയുടെയോ മുരുകൻ്റെയോ ഒക്കെ ഉപാസന ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഒക്കെ അതാത് രീതികളിൽ ഉപാസന ഉണ്ടായിരുന്നവരാണ്. ഇപ്പോൾ ശിവാജി തന്നെ പറയും നമ്മൾ. ശിവാജി എന്താ, ശിവാജിയുടെ റൂട്ട് ആ ഗുരുനാഥന രാംദാസ് എന്ന് കൊടുത്തിട്ടുള്ള അദ്ദേഹം ഇട്ടിട്ടുള്ള ആത്മീയ അടിത്തറ എന്നാണല്ലേ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ വിദ്യാരണ്യസ്വാമി ഇട്ട് കൊടുക്കണം ആത്മീയ അടിത്തറ എന്നല്ലേ ഹക്കനും ബുക്കനും ഹക്കരായരും ബുക്കരായരും വിജയനഗരം സ്ഥാപിക്കണത്. വ്യാസരായരുടെ അടിത്തറയല്ലേ കൃഷ്ണദേവരായ രാജ്യം ഭരിക്കണത്. അപ്പോൾ എല്ലാ കാലത്തും ആത്മീയതയുടെ അടിത്തറയിലാണ് ഈ ഭൂമിയിൽ എല്ലാ വലിയ ഭരണക്രമങ്ങളും നിലനിന്നിട്ടുള്ളത്, ഇപ്പോഴും നിൽക്കുന്നത്.
വലിയൊരു ഉപാസനാ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഭരണക്രമം നിൽക്കുന്നത്. അത് പൊളിറ്റിക്കലി ആർക്കും അറിയില്ല എന്നേ ഉള്ളൂ. അതിപ്പോൾ ആരുടെയും കുറ്റമൊന്നുമല്ല, അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ ഇങ്ങനെയൊന്നും അത് തല്ലിപ്പൊളിച്ച് കളയാൻ പറ്റില്ല. അതെ. അപ്പോൾ രാഷ്ട്രക്രമീകരണം ആത്മീയതയിൽ ഊന്നി തന്നെയാണ്. 100% ആണ്. രാഷ്ട്രസേവനം ആത്മീയതയുടെ ഭാഗമാണ്. നിങ്ങളൊരു സാധകനാണോ ഉപാസകനാണോ, രാഷ്ട്രസേവനം അതിൻ്റെ ഭാഗമാണ്. അത് ചെയ്യാത്തവൻ ദൈവനിന്ദ ചെയ്യുന്നത്. അതായത് അവനവൻ്റെ ഇഷ്ടദേവതയോട് ചെയ്യുന്ന നിന്ദ തന്നെയാണ്. നിങ്ങൾ എന്തിൻ്റെ ഭക്തനായിക്കോട്ടെ. ദൈന്യത പറയുക, രാഷ്ട്രസേവനം ചെയ്യാതിരിക്കുക, ഒഴിവുകഴിവ് കണ്ടെത്തുക. ഇത് മൂന്നും ചെയ്താൽ തന്നെ മതി. എന്ത് ജപിച്ചിട്ടും കാര്യമില്ല. മുരുകൻ്റെ കാര്യത്തിലെന്ന് പറയുമ്പോൾ മുരുകൻ ഒരു തീവ്രദേവനാണ്, അഗ്നിയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. 1-ാം മന്ത്രം തന്നെ തുടങ്ങണം അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ്. അഗ്നിമേളെ പുരോഹിതം എന്ന് പറഞ്ഞിട്ട് ഋഗ്വേദം തുടങ്ങണത് ആ ഭഗവാനെ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രപഞ്ചത്തിൻ്റെ വിൽ പവറാണ് മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇന്ത്യക്ക് മാത്രമാണ്. ഇന്ത്യക്ക് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ മറ്റേത് രാജ്യത്തും അപ്ലൈ ചെയ്യാം. അവനവൻ്റെ രാജ്യത്തിൻ്റെ രാഷ്ട്രബോധം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. എന്തുകൊണ്ടാണ് രാഷ്ട്രബോധം എന്ന് ഞാൻ പറഞ്ഞു? കാരണം രാഷ്ട്രം നന്നായി നിന്നാലേ ഇവിടെ ഇതൊക്കെ അഭ്യസിക്കാനും ജപിക്കാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് സന്യാസ സംഘങ്ങൾ പോലും പണ്ടത്തെ കാലത്ത് രാഷ്ട്ര നിർമ്മാണത്തിലും യുദ്ധങ്ങളിലും വരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. കാരണം അവർക്ക് ആ ബോധം ഉണ്ടായിരുന്നു. ദത്താത്രേയൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സമ്പ്രദായം ഉണ്ടാക്കിയത്? ഈ ആർമി ഓഫ് നാഗന്മാരുള്ള ആൾക്കാരെയൊക്കെ സൃഷ്ടിച്ചു വെച്ചത് എന്തിനാ? ആവശ്യാനുസരണം യുദ്ധം ചെയ്യാൻ തന്നെയാണ്. സോ ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ആൾക്കാരെ വെട്ടുക, കുത്തുക, കൊല്ലുക അതല്ല പറയണത്. അച്ചടക്കമുള്ളവരാണ്. രാഷ്ട്രബോധത്തിന് ആദ്യം വേണ്ടത് അച്ചടക്കമുള്ളവരാവുക, ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാവുക, അവനവൻ ഇരിക്കുന്ന ഭൂമിയെ പഴിക്കാതെയും പരിഹസിക്കാതെയും ഇരിക്കുക, അഭിമാനമുള്ളവരാവുക. ഇതാണ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും. അതുകൊണ്ട് എന്താ പറയുക, വിവേകാനന്ദ സ്വാമി പറഞ്ഞ മാതിരി പോയി ഫുട്ബോൾ കളിക്കാനാണ് പറഞ്ഞത്. കാരിരുമ്പിൻ്റെ പേശികളും ഉരുക്കിൻ്റെ സിരകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീത മനസ്സിലാവും കൂടുതലെന്ന് പറഞ്ഞു അല്ലേ? അതാണ് ആ ഫൗണ്ടേഷനാണ് കിടക്കുന്നത്. അപ്പം ഗീതയാണെങ്കിലും ഇനി തന്ത്രത്തിൻ്റെ ഏത് മഹാഗ്രന്ഥമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ശൈവമാണെങ്കിലും ഗണപതിയാണെങ്കിലും കൗമാരാണെങ്കിലും ഏത് സമ്പ്രദായത്തിലാണെന്നുണ്ടെങ്കിലും രാഷ്ട്രം മറന്ന് കളിക്കാൻ പറഞ്ഞിട്ടില്ല. ആ രാഷ്ട്ര ചോദന പ്രത്യേകിച്ച് മുരുകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുണ്ട്. സ്കന്ദപുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ മാപ്പ് ഓഫ് ഇന്ത്യയാണ്. 81,000 ശ്ലോകങ്ങളിലും എവിടെയൊക്കെ ശക്തിപീഠങ്ങളും സ്ഥലങ്ങളും സകല ശക്തി സ്രോതസ്സുകളും ക്ഷേത്രങ്ങളും എത്രമാത്രം ഗ്ലോറിഫൈഡും പ്യൂരിഫൈഡുമാണ് നമ്മുടെ രാജ്യം എന്ന് അറിയണമെങ്കിൽ സ്കന്ദപുരാണം വായിച്ചാൽ മതി. ഞാൻ സ്കന്ദപുരാണത്തിന് ഇൻട്രോയിലും അവസാനത്തിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ സ്പിരിച്വൽ മാപ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്കന്ദപുരാണത്തിലായിരിക്കണം. അത് പറഞ്ഞു കൊടുക്കണ ആരാ? മുരുകനാ പറഞ്ഞു കൊടുക്കണ അവസ്ഥ. അതുകൊണ്ട് രാഷ്ട്ര നിർമ്മാണത്തിൽ അത് വലിയ എനി വിച്ച് വേ ഡീവിയൻ്റ് തോട്ട്സിനും ചോമ്പേരിത്തരത്തിനും നാടൻ ഭാഷയെ പറഞ്ഞ സ്ഥാനമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ, എന്താ പറയുക, വോട്ടിൻ്റെ ദിവസം അമ്പലത്തിൽ പോവല്ല വേണ്ടത്, വോട്ട് തന്നെ ചെയ്യണം. അല്ലാണ്ട് അത് എന്ത് ഈശ്വരനെ വിളിച്ചിട്ടും കാര്യമില്ല.